ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറി സർമ്മം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോവുകയാണ്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എവിടെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് പോകുന്ന വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മളെ സണ്ണിന്റെ എല്ലാവരും കാണുന്നുണ്ടാവും. ഒരു അങ്ങനെ നമ്മൾ നേരെ മുകളിലോട്ട് പോയി. കിഡ്സ് സെക്ഷനിലാണ് പോയത്. അപ്പോൾ കിഡ്സ് സെക്ഷനിൽ പോയപ്പോഴത്തേക്ക് അവിടെ എല്ലാം വിൻ്റർ കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ ആയപ്പോൾ ഫുൾ വിൻ്റർ കളക്ഷൻസ് ആണ്. അപ്പോൾ വിൻ്റർ സീസൺ ആണല്ലോ. കാര്യം വെക്കേഷനൊക്കെ വരുമ്പോൾ എല്ലാവരും പുറത്ത് ടൂറൊക്കെ പോകാനും ഒക്കെ കൂടുതലും വിൻ്റർ കളക്ഷൻസ് ആണല്ലോ എടുക്കുന്നത്. പിന്നെ തണുപ്പുമുണ്ട്, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലും തണുപ്പുണ്ട്. അപ്പം ആ തണുപ്പിന് ഇതൊന്നും ഇടണ്ട. പക്ഷേ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ നിയർ ബൈ സ്റ്റുഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ കൂടുതലും വിൻ്റർ കളക്ഷൻസാണ്. ഇതെല്ലാം കുറച്ചൊരു കട്ടിയുള്ള തുണിയാണ്. സാധാരണ നോർമലി വരുന്ന ഡ്രസ്സസ് ഒന്നുമല്ല, അത് വളരെ കുറവാണ്. കൂടുതലും നമുക്ക് ഇങ്ങനത്തെ സ്വെറ്റർ പോലത്തെ ഡ്രസ്സസൊക്കെയാണ്, വൂളൻ ക്ലോത്ത്സ് ആണ് കൂടുതലും നമുക്ക് ഇപ്പം ഈ ഒരു സമയത്ത് ഡിസംബർ സമയത്ത് പോകുമ്പം നമ്മൾ സ്റ്റുഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഇങ്ങനത്തെ വിൻ്റർ കളക്ഷൻസൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ലേഡീസിനുള്ളതാണ്. ഒരുപാട് ജാക്കറ്റും അതുപോലെ ഹൂഡാസ്, പിന്നെ ജീൻസിൻ്റെത്. ജീൻസ് പിന്നെ നോർമലി എപ്പോഴും കാണും. ഇത് പെയർ ചെയ്ത് അവർ ഇട്ടേക്കുവാണ്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ജാക്കറ്റായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മക്കളിങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്തോട്ട് ഒരു കോട്ട് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസാണ്. പിന്നെ ഞാൻ ചുമ്മാ ഒരു പാൻറ്റൊക്കെ എടുത്ത് വെച്ച് ചുമ്മാ നോക്കിയതേ ഉള്ളൂ, മേടിക്കാനൊന്നുമല്ല. അപ്പം ഇതുപോലെ പുറത്തൊക്കെ ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ സ്റ്റുഡിയോയിൽ വന്നാൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ നല്ല ക്വാളിറ്റി മെറ്റീരിയലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. കളേഴ്സും തന്നെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോൾ. നല്ലൊരു കളറാണ്. നമുക്ക് ആർക്കിട്ടാലും നന്നായി ചേരും. ഒരു പുലിയെ പോലെയുള്ളേ, ഒരു പുലിക്കുട്ടിയെ പോലെ വളരെ നല്ല രസമാണ്. നല്ല സ്മൂത്താണ്, നല്ല സ്ട്രെച്ചബിളുമാണ്. പിന്നെ ഇതെല്ലാം ലേഡീസിൻ്റെ കളക്ഷനാണ്. അപ്പം അവിടെ ഞാനിങ്ങനെ കൂടുതലും നമുക്ക് എന്താണ് ടീഷർട്ട്സൊക്കെയാണ്. ടീഷർട്ട്സ് 799 ഒക്കെയാണ് ടീഷർട്ട്സ്. അപ്പുറത്തെ സൈഡിലും ഉണ്ട്. എല്ലാം ഒരു തണുപ്പ് ഉള്ള സമയത്ത് ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സസ്സാണ്. ഇതെല്ലാം കട്ടിയുള്ളതാണ്, സോഫ്റ്റുമാണ്, നമുക്ക് നല്ല തുണികളാണ് എല്ലാം. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പം ഇനി പറയാനാണ്, ഇപ്പം ഡിസംബർ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കളക്ഷൻസ് അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയാൽ കിട്ടുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് പെയർ ചെയ്ത് അവർ വെച്ചേക്കുന്നതാണ്, സെറ്റായിട്ട് കൊടുക്കുന്നതല്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു കളറും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഹൂഡാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല കളേഴ്സിലുള്ളതുണ്ടായിരുന്നു. സ്ട്രൈപ്സ് വരുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. കളർഫുള്ളാണ്. എന്നാൽ കളർ എല്ലാം ഒരുപോലെ തന്നെ കുറേ ജാക്കറ്റുകളും കാര്യങ്ങളും. ഇപ്പം നമ്മൾ സ്നോയൊക്കെ വീഴുന്ന, നമ്മൾ വിദേശത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്കവിടെ കാണാൻ പറ്റും. നല്ല കളർ കോമ്പിനേഷനിലാണ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ ബൂട്ട്സ്, സാൻഡൽസ് അതൊക്കെ ഉണ്ടായിരുന്നു. ഷൂസ് എല്ലാം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ബൂട്ട്സ് യൂസ് ചെയ്യുന്ന ആയിരിക്കും കൂടുതലും. അപ്പോൾ അതും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഫാൻസി ഐറ്റംസ് അതെല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ എപ്പോഴും സ്റ്റുഡിയോയിൽ പോയാൽ എൻ്റെ മക്കൾ നേരെ ഓടി നെയിൽ പോളിഷ് ഇടുന്നിടത്ത് വരും. ഇട്ടിട്ട് പറയും, അമ്മ എനിക്കിത് ഇട്ട് തരുമോ, ആ കളർ ഇട്ട് തരുമോ, ഈ കളർ ഇട്ട് തരുമോ. അപ്പോൾ ഇതുപോലെ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെടുത്ത് വാങ്ങാൻ ഒരു താല്പര്യം ഇല്ലെങ്കിലും അത് ചുമ്മാ എന്നെടുത്ത് കയ്യിലൊന്ന് ഇട്ട് നോക്കിയാലേ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ മക്കൾ എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും സ്റ്റുഡിയോയിൽ പോയാൽ കൈ നിറയെ
നെയിൽ പോളിഷ് പല കളറിലെ നെയിൽ പോളിഷ് ഇട്ടിട്ടേ വരുത്തുള്ളൂ. അപ്പം എന്നെപ്പോലെയും എൻ്റെ മക്കളെപ്പോലെ ഇതുപോലെ സ്റ്റുഡിയോ പോയിട്ട് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഫാൻസി ഐറ്റംസ് എപ്പോഴത്തെ പോലെ ആസ് യൂഷ്വൽ കുറേ ഹൂബ്സ്, ഇയറിങ്സ്, അതുപോലെ തന്നെ ചെയിൻ, സിമ്പിൾ ചെയിന്, അതും കാര്യങ്ങളൊക്കെ. പിന്നെ പെർഫ്യൂം ഒരു 79 റുപ്പീസ് തൊട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല മണമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. 3 സ്റ്റുഡിയോയുടെ തന്നെയാണ് ലിപ് ഗ്ലോസ്, അത് 3 ഷെയ്ഡ് അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ കുറേ വൈബ്സാണ്. ഇത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുക്കുംബറിൻ്റെ അത് ഞാനും ഇത് എടുത്തിട്ടുണ്ട്. കുക്കുംബർ, വാട്ടർമെലൺ, അതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ ഫീസ് വൈബ്സ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് വളരെ നല്ലതാണ്, വളരെ അഫോർഡബിൾ റേറ്റിനുള്ളതാണ്. മേക്കപ്പ് റിമൂവ് ചെയ്യാം, അല്ല നമ്മളിപ്പോൾ മുഖം കഴുകുന്നതിന് പകരം വേണമെങ്കിലും വൈബ്സ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമ്മൾ നേരെ വെട്ട് റോഡിലുള്ള സരവണ ഭവനിലാണ് പോയത്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഞ്ജനയാണ് എനിക്കിവിടെ റെക്കമെൻഡ് ചെയ്തത്. കാര്യം അവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഈ സരവണ ഭവനിൽ. അവർക്ക് ഇവിടുത്തെ ഇഡ്ഡലിയും ദോശയും മസാല ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ്, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത് ഒരു രസവടയാണ്. അപ്പോൾ മക്കൾക്ക് കഴിക്കാനാണ് പ്ലാൻ, ഞങ്ങൾ കഴിക്കാൻ പ്ലാനില്ല. അപ്പോൾ മക്കൾക്ക് വേണ്ടി ഫുഡ് പറഞ്ഞ് അതിൻ്റെ രസവടയൊക്കെ വന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു, കുറച്ച് എരിവൊക്കെയുള്ള, ഉപ്പൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം. ഞാൻ ഇതിന് മുമ്പ് എപ്പോഴോ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഒരു ഓർമ്മയില്ല എപ്പോഴാണ് കഴിച്ചത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി മക്കൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ മസാല ദോശ, ഗീ റോസ്റ്റ് വന്നു. അങ്ങനെ ഒരാൾ മസാല ദോശയും മറ്റേ ആൾക്ക് ഗീ റോസ്റ്റുമാണ് പറഞ്ഞത്. അപ്പോൾ ഗീ റോസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, തൊപ്പി പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതിങ്ങനെ പതുക്കെ കടിച്ചൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഒരാൾ കഴിക്കുന്നത് കണ്ടപ്പോൾ മറ്റേ ആൾക്കും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും നമ്മൾ ദോശയൊക്കെ കൊടുത്തു. അപ്പോൾ അവർ കുറച്ചേ കഴിച്ചുള്ളൂ, വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലിൽ കയറിയത്. എന്നിട്ട് അവർ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ബാക്കി പിന്നെ നമ്മൾ കഴിക്കേണ്ടി വന്നു. നല്ല ദോശയൊക്കെ ആയിരുന്നു, നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയും അതുപോലെ ഗീ റോസ്റ്റും ചമ്മന്തിയും വടയും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇതുവരയ്ക്കും ശരവണ ഭവനിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്നാൽ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.